ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BBA മാനേജ്മെൻറ്റ് സയൻസ് എന്ന പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പർ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള പേപ്പറാണ്. നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി ഒന്ന് നോക്കാം. ഫസ്റ്റിലെ 15 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കംപ്ലീറ്റും ഈ ഒരു പേപ്പറിൽ വരാറുള്ളത് തിയറിയാണ്. അപ്പോൾ 25 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റിലെ 15 ക്വസ്റ്റ്യൻസും പൊതുവെ വരാറുള്ള എന്താണ്, തിയറിയാണ്. നമ്മൾ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നതും 15 ക്വസ്റ്റ്യൻസും എന്തിനായിരിക്കും, തിയറി ആയിരിക്കും. അവിടെ പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ദെൻ സെക്കൻഡ് സെക്ഷൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 4 തിയറി ക്വസ്റ്റ്യൻസും 3 പ്രോബ്ലംസും ആണ് പൊതുവെ ഈ പേപ്പറിൽ വരാറുള്ളത്. ദെൻ എസ് എ ക്വസ്റ്റ്യൻസ് 4 എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. അത് 2 എണ്ണമാണ് എഴുതാൻ. ആ 4 എസ് എയിൽ 3 പ്രോബ്ലംസും 1 തിയറിയുമാണ് ഈ ഒരു പേപ്പറിൽ പൊതുവെ വരാറുള്ളത്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ 15 തിയറി ആയിരിക്കും, സെക്കൻഡിൽ 4 തിയറി 3 പ്രോബ്ലംസ്, തേർഡിൽ 3 പ്രോബ്ലംസും 1 തിയറി. ഇതിൻ്റെ രീതിയാണ്. ഇതേമാതിരി തന്നെ വരണമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ നമുക്ക് മുൻ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക വെച്ചാൽ ഇതേ രീതി തന്നെ നമുക്ക് കാണാൻ കഴിയുക. നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 മൊഡ്യൂളുകളാണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെ സിലബസ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂള് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഒരു ബേസിക് തിയറിയാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ഇവിടെ പ്രോബ്ലംസ് കൊണ്ട് തിയറി ഉണ്ട്. നെറ്റ്വർക്ക് അനാലിസിസ് തിയറിയും പ്രോബ്ലംസിനും നല്ല പ്രാധാന്യമുണ്ട്. ഡിസിഷൻ തിയറി വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൂടുതലും പ്രാധാന്യം പ്രോബ്ലത്തിനാണ്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി നോക്കാം. മൊഡ്യൂൾ 1 ഓപ്പറേഷൻ റിസർച്ച്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഒരു ബേസിക് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂള് കംപ്ലീറ്റ് തിയറി ബേസ്ഡ് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ എന്തില്ല, പ്രോബ്ലംസ് ഇല്ല. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയും. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്താണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്താണ്? ഓപ്പറേഷൻ റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടോ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേഷൻ റിസർച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. അല്ല, നമ്മളൊരു തീരുമാനം എടുക്കുക. ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻസ് എടുക്കുക. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ഓപ്പറേഷൻ റിസർച്ച്, അതിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം, ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റുകൾ പഠിച്ചാൽ മതി. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OR. അതും പഠിച്ചു വെക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫേസസ്. പലവട്ടം യൂണിവേഴ്സിറ്റി എക്സാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫേസസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. ഫേസസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോസസ്സ് പറയും. ഏത് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ സെയിം ആണ്. ആ ഒരു ടോപ്പിക്ക് നല്ലോണം പ്രാധാന്യം നൽകുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു ടോപ്പിക്കാണ് ഫേസസ് ഓഫ് OR. പിന്നീട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പല തവണ എസ് വന്നിട്ടുള്ളതാണ്, ടെക്നിക്സ് ഓഫ് OR. ഇവിടെ എല്ലാ പോയിന്റുകളും നൽകിയിട്ടുണ്ട്. ഈ പോയിന്റുകൾ കിട്ടിയാൽ തന്നെ ഒരുവിധം മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അതിലെ ഒന്നാമത് ടെക്നിക്കൽ പ്രോബിലിറ്റി, ഇവിടെ നിന്നാണ് ഡിസിഷൻ ട്രീ, ഇവിടെ നിന്നാണ് ലീനിയർ പ്രോഗ്രാമിങ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം, ഡൈനാമിക് പ്രോഗ്രാമിങ്, സീക്വൻസിങ്, ക്യൂയിങ് തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്, സിമുലേഷന്, റീപ്ലേസ്മെൻറ്റ് തിയറി, നോൺ ലീനിയർ പ്രോഗ്രാമിങ്, ഗോൾ പ്രോഗ്രാമിങ്, മാർക്കോവ് അനാലിസിസ്. അപ്പോൾ ഇത്രയും ടെക്നിക്സിൻ്റെ പേരെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ കുറേ ടെക്നിക്സ് നമ്മൾ ഈ ഒരു പേപ്പറിൽ തന്നെ പഠിക്കുന്നതാണ്.
പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് ഓർ. ഈ മോഡൽസ് നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മോഡലാണ് ഐക്കോണിക് മോഡൽ. ഐക്കോണിക് മോഡൽ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ മോഡലാണ്. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ താജ്മഹൽ അല്ലെ, നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. അതിൻ്റെ ബ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാർത്തെടുക്കാം അല്ലേ. ഇത്രമാത്രം ബ്യൂട്ടി താജ്മഹലിനുണ്ട്. അത്തരം ഫിസിക്കൽ എക്സ്റ്റൻസ് ആയിട്ടുള്ള മോഡലിനെയാണ് ഐക്കോണിക് മോഡൽ എന്ന് പറയുന്നത്. ദെൻ അനലോഗ് മോഡൽ. അനലോഗ് മോഡൽ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. അതായത് ഇവിടെ ഗ്രാഫ്, ഡയഗ്രാംസ് ഒക്കെയാണ് അനലോഗ് മോഡലിൽ ഉപയോഗിക്കുന്നത്. ദെൻ സിംബോളിക് മോഡൽ, മാത്തമാറ്റിക്കൽ സിമ്പിൾ, ഇക്വേഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ 3 മോഡലുണ്ട്. 3 മോഡൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 2 മാർക്കിന് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ ചെറിയ മൊഡ്യൂളാണ്. ഓപ്പറേഷൻ റിസർച്ച് എന്താണ് അറിഞ്ഞിരിക്കുക, മെയിനായിട്ട് ഫേസസ് അറിഞ്ഞിരിക്കുക, ടെക്നിക്സ് അറിഞ്ഞിരിക്കുക, മോഡൽസ് അറിഞ്ഞിരിക്കുക. മൊഡ്യൂൾ 2 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPP. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ് ഉണ്ടായിരിക്കുക. ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യുക. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണെന്ത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. എന്ത് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് LP, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ മേഖലയിലാണ് അല്ലേ. സാധാരണ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അത്തരം മേഖലയിൽ അല്ലേ, റിസർച്ച്, അത്തരം മേഖലയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, LP ഉപയോഗിക്കുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. ദെൻ കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻ ആണ്, ലിമിറ്റിംഗ് ഫാക്ടറാണ്. ദെൻ എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ 2 ടേമുകൾ അറിയണം. ഇവിടെ 3 ടേമാണ് വന്നത്. ഒന്ന് ലീനിയർ പ്രോഗ്രാമിംഗ്, ഒന്ന് കൺസ്ട്രെയിൻസ്, ഒന്ന് ഫീസിബിൾ സൊല്യൂഷൻ. ദെൻ പ്രോബ്ലമാണ്. ഇവിടുന്ന് പ്രോബ്ലം വരാറുള്ളത് ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്, ഒരു 10 മാർക്കിൻ്റെ എസ്സിയും വരാറുണ്ട്. 5 മാർക്കിന് പൊതുവേ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത് കുറച്ച് ഡീറ്റെയിൽസ് എന്നുണ്ടായിരിക്കും, 2 കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതായത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, ഒരു ഇക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുക. അത് 5 മാർക്കിനാണ് ആ ചോദ്യം വരാനുള്ളത്, ഇക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ചോദ്യം. രണ്ടാമത് ഒരു ഇക്വേഷൻ തരും, ചിലപ്പോൾ മിനിമൈസേഷൻ്റെ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ മാക്സിമൈസേഷൻ ആയിരിക്കും. മിനിമൈസേഷൻ ആണെങ്കിൽ അവിടെ കോസ്റ്റ് ആയിരിക്കും, മാക്സിമൈസേഷൻ ആണെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആയിരിക്കും. ഇക്വേഷൻ തരും, ആ ഇക്വേഷൻ വെച്ചിട്ട് LP മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക. 10 മാർക്കിനാണ് വരാറുള്ളത്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് തരും, ആ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യമാണ് 10 മാർക്കിന് വരാറുള്ളത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഈ ഇക്വേഷന് നമുക്ക് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനും ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫ് വരക്കാനും ഇവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് LP, ലീനിയർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഇതിലുള്ളൂ. ഒന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ് അറിയുക, 2 ടേമുകൾ കൺസ്ട്രെയിൻസ് എന്താണും ഫീസിബിൾ സൊല്യൂഷൻ എന്താണും. ദെൻ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ അത് മിനിമൈസേഷനും അറിഞ്ഞിരിക്കണം, മാക്സിമൈസേഷനും അറിഞ്ഞിരിക്കണം. ദെൻ ആ ഇക്വേഷന് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാനും. അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് അത്തരം ഭാഗങ്ങൾ പഠിക്കുക. ദെൻ എങ്ങനെയാണ് അത് ഗ്രാഫിൽ വരയ്ക്കാന്നുള്ള കാര്യം കൂടി അറിയുക. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൃത്യമായിട്ട് പഠിക്കുക. ദെൻ മൊഡ്യൂൾ 3 നെറ്റ്വർക്ക് അനാലിസിസ് ആണ്, മറ്റൊരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഇവിടെ എന്താണ് നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെ, നമ്മളൊരു
കാര്യം പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും എക്സിക്യൂഷനും വരുത്തുന്നതിനാണ് വന്നത് നെറ്റ്വർക്ക് അനാലിസിസ്. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഷെഡ്യൂളിങ്, എക്സിക്യൂഷൻ ഓഫ് ആക്ടിവിറ്റി ആണെന്ത് പ്ലാനിങ്, ഷെഡ്യൂളിങ്, എക്സിക്യൂഷൻ. ഇതാണ് നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നെറ്റ്വർക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ അറിഞ്ഞു, ചിലപ്പോൾ 2 മാർക്കുകൾ വരാം. എന്താണ് നെറ്റ്വർക്ക്? എന്താണ് നെറ്റ്വർക്ക് ഡയഗ്രാം? നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് വരക്കാണ്ട്. ഡെമ്മി ആക്ടിവിറ്റി എന്താണ്? ഡെമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റി നമ്മൾ എന്താണ് ഡോട്ടഡ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാമിലെ ഒരു ഇമാജിനറി ആക്ടിവിറ്റിക്ക് പറഞ്ഞ പേരാണിത് ഡെമ്മി ആക്ടിവിറ്റി. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡോട്ടഡ് ആയിട്ടുള്ള ആരോ. ദെൻ എന്താണ് ഡാംഗ്ലിങ്? ഈ ടേമും 2 മാർക്കിന് വന്നിട്ടുണ്ട്. ആ ടേമും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടെക്നിക്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. 2 ടെക്നിക്സ് ആണ് നെറ്റ്വർക്ക് അനാലിസിന് ഉള്ളത്. ഒന്നാണ് CPM. CPMൻ്റെ ഫുൾ ഫോം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കുക. CPMൻ്റെ ഫുൾ ഫോം എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. 2ാമത്തെ ടെക്നിക്കാണ് PERT. അപ്പോൾ 2 ടെക്നിക്കാണ് എന്തിനുള്ളത്? നെറ്റ്വർക്ക് അനാലിസിസ് ഉള്ളത്. ഒന്ന് CPMഉം മറ്റൊന്ന് PERTഉം. ഒന്ന് CPM, മറ്റൊന്ന് PERT. PERT എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ്. അപ്പോൾ CPMഉം PERTഉം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്? ലോങ്ങസ്റ്റ് പാത്താണ്. നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാമാണ് ആദ്യം വരയ്ക്കുക. ഈ നെറ്റ്വർക്ക് ഡയഗ്രാമിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞ പേരാണിത് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്. ദെൻ അവിടെ എന്താണ് EST? EST എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണ് കേട്ടോ. EFT എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ദെൻ LST എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. LFT ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാ എക്സാമിനും വരുന്നുണ്ട്. ആദ്യം ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. അതിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കണ്ടെത്തുക, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കണ്ടെത്തുക, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കണ്ടെത്തുക, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കണ്ടെത്തുക. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പാത്ത്, ഏറ്റവും ലോങ്ങസ്റ്റ്, നമുക്ക് കോസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്ന പാത്താണത് ക്രിട്ടിക്കൽ പാത്ത്. ഇതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് എല്ലാ വർഷവും ആയിട്ട് വരുന്നത്. ഒരു LP ആണ്. LPയിൽ ഒരു ചോദ്യം വരും, ഒരു ഇക്വേഷൻ തരും, ആ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. 2ാമത്തെ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇനി ക്രിട്ടിക്കൽ പാത്ത് വന്നിട്ടില്ലെങ്കിൽ PERT വരും. ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് എക്സ്ട്രാ ടൈമാണ്. എക്സ്ട്രാ ടൈം ആക്ടിവിറ്റിയിലും ഉണ്ട്, ഇവൻറ്റിലും ഉണ്ട്. സ്ലാക്കും ഫ്ലോട്ടും കേട്ടോ. എക്സ്ട്രാ ടൈമുമായി ബന്ധപ്പെട്ടാണ് സ്ലാക്കും ഫ്ലോട്ടും. എന്താണ് സ്ലാക്കും, എന്താണ് ഫ്ലോട്ടും? ആ ഫ്ലോട്ടിൽ ടോട്ടൽ ഫ്ലോട്ടും ഉണ്ട്, ഫ്രീ ഫ്ലോട്ടും ഉണ്ട്. ആ 2 കാര്യങ്ങൾ, ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ലാക്ക് എന്താണ്, ഫ്ലോട്ട് എന്താണ്? ഫ്ലോട്ടിൽ 2 ഫ്ലോട്ട് ഉണ്ട്, ടോട്ടലും ഉണ്ട്, ഫ്രീ ഫ്ലോട്ടും ഉണ്ട്. ദെൻ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിൽ അവിടെ 3 കാര്യങ്ങളാണ്: ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലീക്കലി. ഇത് കണ്ടെത്താനും കൂടി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു വെക്കുക. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ. പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാം ചോദിക്കേണ്ടത് PERTഉം CPM. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ട 2 ഏരിയയാണ്. ഒന്ന് PERT, മറ്റൊന്ന് CPM. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മൊഡ്യൂൾ 4 ഡിസിഷൻ തിയറി. തിയറിക്കൊക്കെ നല്ലോണം പ്രാധാന്യമുള്ള മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനാണ്. അപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക? 3 സിറ്റുവേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി, 2 ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി, 3 ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. അതിൽ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ 3 ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിൽ ബെസ്റ്റ് സെലക്ട് ചെയ്യണം. അതാണ് ഡിസിഷൻ മേക്കിംഗ്. സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഫോളോവിങ് ആൾട്ടർനേറ്റീവ്സ്.
അതിൽ നമുക്ക് അറിയാൻ കഴിയും അല്ലേ, എയിൽ എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക, എത്രയാണ് കോസ്റ്റ്, ബിയിൽ എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് കോസ്റ്റ്, സിയിൽ എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് കോസ്റ്റ് നമുക്ക് അറിയാൻ കഴിയും. എല്ലാതും എന്താണ്, നോണാണ്. എല്ലാ കാര്യങ്ങളും നോണാണ്. അങ്ങനെ അതിന് തീരുമാനിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും കുറവ് കോസ്റ്റ് ഉള്ളത് സെലക്ട് ചെയ്യും. അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും എന്താണ്, നോൺ ആണ്, എക്സിസ്റ്റൻസ് ആണ്. രണ്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. ഇവിടെ പ്രോബബിലിറ്റീസ് അൺനോൺ ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയൻ പഠിക്കാനുണ്ട്. ഓരോ ക്രൈറ്റീരിയൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ജസ്റ്റ് മനസ്സിലാക്കി തന്നെ ഇന്ന് തിയറിയൊക്കെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഈ ഒരു ക്ലാസ്സിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ ഒന്നാണ് ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ മാക്സിമാസ് ആണ്. മാക്സിമത്തിൽ മാക്സിമം എടുക്കുക. ഇപ്പോൾ ഒരു പേ ഓഫ് ടേബിളിലെ മാക്സിമത്തിൽ മാക്സിമം സെലക്ട് ചെയ്യലാണിത് ഒപ്റ്റിമിസം, ക്രൈറ്റീരിയ ഓഫ് ഒപ്റ്റിമിസം. രണ്ടാണ് മിനിമാസ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. മിനിമാസ് എന്ന് പറഞ്ഞാൽ മിനിമത്തിൽ മാക്സിമം, മിനിമത്തിൽ മാക്സിമം എടുക്കുക. മിനിമാസ് അങ്ങനെ വായിച്ചാൽ മതി, മിനിമാസ്, മിനിമത്തിൽ മാക്സിമം, മിനിമാസ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. അതാണ് മിനിമാസ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. മൂന്നാണ് ക്രൈറ്റീരിയ ഓഫ് പെസിമിസം. പെസിമിസം പറഞ്ഞാൽ മാക്സിമിനിയാണ്, മാക്സിമത്തിൽ മിനിമം എടുക്കുക. അപ്പോൾ ഒപ്റ്റിമിസം പറഞ്ഞു, മിനിമാസ് റിഗ്രറ്റ് ക്രൈറ്റീരിയ പറഞ്ഞു, ക്രൈറ്റീരിയ ഓഫ് പെസിമിസം എന്ന് പറഞ്ഞു. ദെൻ അടുത്താണ് ക്രൈറ്റീരിയ ഓഫ് റാഷണാലിറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് 2 മാർക്കിന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ലാപ്ലാസ് ക്രൈറ്റീരിയൻ, ലാപ്ലാസ് എന്നാണ് ചോദിക്കാറുള്ളത്. ലാപ്ലാസ് ക്രൈറ്റീരിയൻ എന്താണ്, റാഷണാലിറ്റിയാണ്. ദെൻ ക്രൈറ്റീരിയ ഓഫ് റിയലിസം, ഹൊർവിക്സ് ക്രൈറ്റീരിയൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഹൊർവിക്സ് ആൽഫ എന്നൊക്കെ പറയും, ഹൊർവിക് ആൽഫ എന്നൊക്കെ പറയും. റിയലിസം, ഹൊർവിക് ആൽഫ. ഈ റിയലിസം എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഒപ്റ്റിമിസം പെസിമിസം ആണെന്ത്, റിയലിസം കേട്ടോ. ആ കാര്യം കൃത്യമായിട്ട്. ഹൊർവിക്സ് എന്താണ്, കോമ്പിനേഷൻ ഓഫ് പെസിമിസം ആൻഡ് ഒപ്റ്റിമിസം. അപ്പോൾ അണ്ടർ അൺസർട്ടനിറ്റി ഇവിടെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും ഓരോ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്. ഈ ഒരു ഭാഗത്ത് നല്ലോണം പ്രാധാന്യമുണ്ട്. ഈ ഭാഗത്ത് തിയറിയും വരാറുണ്ട്, പ്രോബ്ലംസ് വരാറുണ്ട്. ഇവിടെ 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, EMV. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നടത്തുന്നത്, ഇതിൻ്റെ മീനിങ് ഇതാ. EMV എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ആണ്. ഇതിൻ്റെ പ്രോബ്ലംസും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് EMV കാണുക. ദെൻ രണ്ടാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ, EVPI. അപ്പോൾ EVPIൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് മനസ്സിലാക്കാം. മൂന്നാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്, EOL. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തിയറീസും വരും, പ്രോബ്ലംസും വരും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പ്രോബ്ലംസ് ഈ ഏരിയയിൽ നിന്നാണ് വരാൻ സാധ്യത കൂടുതൽ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ് ഗെയിം തിയറി. ഗെയിം തിയറിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, തിയറീസ് വരാറുണ്ട്. അപ്പോൾ ഗെയിം തിയറി എന്താണ്, അതിൻ്റെ അസംഷനും ഇമ്പോർട്ടൻസും പഠിച്ചു വെക്കാം. 5 മാർക്കിനൊക്കെ വരാറുണ്ട്. എന്താണ് ഗെയിം തിയറി, അതിൻ്റെ അസംഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും പഠിച്ചു വെക്കാം. ദെൻ 2% 0 സം ഗെയിം എന്താണ്. 2% പറഞ്ഞാൽ 2 ആൾക്കാർ എന്ത് ചെയ്യാം അല്ലേ, കോമ്പീറ്റ് ചെയ്യുക. അവിടെ കോസ്റ്റൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ എന്താണ് ഡിസിഷൻ ട്രീ, നമ്മൾ ട്രീ വരച്ചിട്ട് തീരുമാനമെടുക്കുന്നതാണ് ഡിസിഷൻ ട്രീ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണെന്ത്, ഡിസിഷൻ ട്രീ. അതായത് എന്ത് ചെയ്യുന്നു, ഗ്രാഫിക്കലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിലേക്ക് മാറ്റുന്നു, എന്നിട്ട് ഒരു ട്രീ രൂപത്തിലേക്ക് വരുന്നു. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അതിനെയാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുക. ദെൻ പേ ഓഫ് ടേബിൾ എന്താണ്, 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തിയറി വരുന്ന ഒരു മൊഡ്യൂളാണ് ഡിസിഷൻ ട്രീ. ആ 3 സിറ്റുവേഷൻസ്, ഏതൊക്കെ 3 സിറ്റുവേഷൻ, അൺസർട്ടനിറ്റി, സെർട്ടനിറ്റി, അതുപോലെ തന്നെ റിസ്ക്. അതിൽ റിസ്കിൽ വരുന്ന പ്രോബ്ലംസും ഗെയിം തിയറിയും
ഗെയിം തിയറിയുടെ അസംഷനും ഇമ്പോർട്ടൻസും കൃത്യമായിട്ട് പഠിക്കാം. മൊഡ്യൂൾ 5 ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അതിലെങ്ങനെയാണ് ഒരു ഫീസിബിൾ സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടെക്നിക്കാണിത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ദെൻ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. 3 മെത്തേഡ്സാണ് വരുന്നത്. ഒന്നാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, 2 ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, 3 വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അതിൽ ഫസ്റ്റിലെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മളൊരു പേ ഓഫ് ടേബിളിൽ ഏറ്റവും നോർത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മൾ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സപ്ലൈ ഡിമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റും കോസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഏറ്റവും നോർത്ത് വെസ്റ്റ് കോർണറിൽ അപ്ലൈ ചെയ്യുന്നു, അത് ക്രോസ് ചെയ്യുന്നു, അതിനെ കളയുന്നു. ദെൻ അടുത്ത നോർത്ത് വെസ്റ്റ് കോർണറിൽ അപ്ലൈ ചെയ്യുന്നു, ദെൻ അതും കട്ട് ചെയ്യുന്നു, അടുത്ത നോർത്ത് വെസ്റ്റ് കോർണറിൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ടേബിളിലെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് ഇത് വന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അതിൻ്റെ ബേസ് എന്ത് ചെയ്യുന്നു, ആ ട്രാൻസ്പോർട്ടേഷനിലെ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുന്നു. അപ്പോൾ ഓരോ മെത്തേഡിലും നമുക്ക് എന്താ കണ്ടെത്താനുള്ളത്, ടോട്ടൽ കോസ്റ്റാണ്. ഒന്നാമത്തെ മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അതിൻ്റെ തിയറി അറിഞ്ഞിരിക്കണം, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ദെൻ 2 ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, അല്ലേ, ലീസ്റ്റ് ഏറ്റവും ചെറുത്. ആദ്യം നമ്മൾ ഏത് അലോക്കേറ്റ് ചെയ്യുക, ഏറ്റവും ചെറുത്. ദെൻ അത് ക്ലോസ് ചെയ്യും, അടുത്തിൽ ഏറ്റവും ചെറുത് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ ലീസ്റ്റ് ആയിട്ടുള്ളത് അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണിത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ദെൻ 3ാമത്തെ മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, വാം. ഈ ഒരു ഭാഗത്ത് നിന്ന് എസ് വരാറുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള പ്രോബ്ലമാണ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വാമിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റോ ബേസിൽ പെനാൽറ്റീസ് കാണാം, ദെൻ കോളം ബേസിൽ പെനാൽറ്റീസ് കാണണം. അതിൻ്റെ ബേസിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റോ എടുക്കും, ആ റോയിൽ ഏറ്റവും ലോവസ്റ്റും സെക്കൻഡ് ലോവസ്റ്റും നമ്മളെ ഡിഫറൻസ് ആണ് എടുക്കുക. അതാണ് പെനാൽറ്റി. സെക്കൻഡ് ലോവസ്റ്റും നമ്മളെ ഡിഫറൻസ്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ ആ ഭാഗം പ്രോബ്ലം എടുത്ത് പഠിക്കുകയേ വേണം. ഇവിടെ 10 മാർക്കിൻ്റെ എസ് ഈ ഭാഗത്തു നിന്നാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസിലെ ഒരു ഓവറോളുള്ള ഇവാലുവേഷൻ നടത്തി. ഇതിൽ പ്രോബ്ലം എസ് വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ, 1 LP ഒരു ഇക്വേഷൻ തരും, അത് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലമാണ് എസ് വരാറുള്ളത്. 2 വരാറുള്ളത് CPMൻ്റെ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ സൊല്യൂഷൻ കാണുക. CPM വന്നിട്ടില്ലെങ്കിൽ അവിടെ പേർട്ടായിരിക്കും, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കുമായി ആദ്യം നെറ്റ്വർക്ക് വരയ്ക്കുന്നു, അതിൽ ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലിയും കാണുന്നു. പിന്നീട് എസ് വരുന്ന ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ ഈ 3 ഭാഗത്തു നിന്നാണ് പൊതുവെ എസ് വരാറുള്ളത്. പിന്നെ ഒരു എസ് തിയറി ആയിരിക്കും. ആ തിയറി ചിലപ്പോൾ ടെക്നിക്സ് വരും, ചിലപ്പോൾ ഗെയിം തിയറിൻ്റെ ഭാഗത്ത് വരാറുണ്ട്, ചിലപ്പോൾ പ്രോസസ്സ് ഓഫ് ഓർഡർ ഏതും വരാം. തിയറി എസ് നമ്മൾ പറഞ്ഞത് തന്നെ വരണമെന്നില്ല, മാറ്റങ്ങൾ വരാം. ദെൻ 5 മാർക്കിൻ്റെ പ്രോബ്ലംസ് വരാനുള്ളത്, ഒന്ന് LP കൺസ്ട്രക്ട് ചെയ്യാൻ, മറ്റൊന്ന് ഒന്നില്ലെങ്കിൽ മാക്സ് മിനിമാക്സ് ഉണ്ടല്ലോ ആ ഏരിയ, അല്ലെങ്കിൽ റിസ്ക് മെത്തേഡ് ഉണ്ടല്ലോ ആ റിസ്ക് മെത്തേഡിൽ നിന്നാണ് പൊതുവെ വരാറുള്ളത്. പിന്നെ ചിലപ്പോൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത്തരം ഏരിയാസൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, താങ്ക് യു.